ഹാസ്യാത്മകമായിട്ടൊരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിനേതാക്കളെല്ലാവരും വളരെ എക്സ്പ്രസീവായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ആനുകാലികമായിട്ടൊരു വിഷയത്തെ വളരെ എന്താ പറയുക വളരെ ഹാസ്യാത്മകമായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട്. വെരി ഗുഡ് മൂവി. എല്ലാവരും കാണും. 10-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും കാണും. ബ്യൂട്ടിഫുൾ മൂവി. എന്താ പറയുക, ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു സിനിമയുടെ ഭാഗം കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇദ്ദേഹം പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഇവിടെ എൻജോയ് ടു മൂവി. എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണണം. മെയ് 10-ാം തീയതി. May 10th. Don't miss it. Hope you enjoy the music and the movie. Thank you so much. God bless you all. ഒന്നും പറയാനില്ല. ആക്ച്വലി ഇപ്പൊ നമ്മളെ സിനിമയെ കുറിച്ച് നമ്മൾ തന്നെ പറയുന്നത് ശരിയല്ല. നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കും. എനിക്ക് 1-man ഷോ ആണ്. ഒരുപാട് ഏരിയ തകർത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്ലീസ് ടു വാച്ച് May 10th. Don't miss it. അങ്ങനെ ഒരു വൈബുള്ള സിനിമയാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ഫീലാണ്. കാണാം, എല്ലാവരും വന്ന് കാണും. കാണേണ്ട സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. May 10th. ആക്ടേഴ്സ് എല്ലാവരും അവരുടെ പാർട്ട് നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിനയുടെ ഒരു മേക്ക് ഓവർ ഉണ്ടല്ലോ, അത് എത്രത്തോളം തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമുണ്ട്. അല്ല, മൊത്തത്തില് എല്ലാ ക്യാരക്ടേഴ്സും പ്രസന്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര രസമുണ്ട്. ഒരു വേറൊരു ഫാന്റസി ലോകത്തുള്ള എല്ലാവരെയും ഭയങ്കര രസമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ വിശ്വാസങ്ങളെ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് തോന്നിയത്? നല്ല സിനിമയാണ്. ഒരു ഡിഫറെന്റ് സിനിമയാണ്. സിനിമ കണ്ടിട്ടില്ല. എല്ലാവരും അടിപൊളിയുണ്ട്. വിനയ അടിപൊളിയുണ്ട്. സണ്ണി, രാധിക, എല്ലാവരും നന്നായിട്ട് ലുക്കും അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. വേറൊരു ആ ഒരു വൈബുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ നന്നായിട്ട് മറ്റും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഏത് പരീക്ഷണം സ്വീകരിക്കാവുന്ന ഒരു അവസ്ഥയിലാണല്ലോ മലയാളികൾ. ആ വിധത്തിൽ ഉൾക്കൊള്ളാവുന്ന ഒരു പരീക്ഷണം തന്നെയായിട്ടാണോ ഫീൽ ചെയ്തത്? പ്രേക്ഷകരാണ് പറയേണ്ടത്. എനിക്ക് പേഴ്സണൽ വാച്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ. വിഷ്വലി ആണെങ്കിൽ പോലും ഭയങ്കര രസമുണ്ട്. ഹ്യൂമർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഓൾ ദി ആക്ടേഴ്സ്. വിനയേട്ടൻ, പിന്നെ നമ്മുടെ സണ്ണി ചേട്ടൻ, എല്ലാവരും ഹ്യൂമർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി. എസ്പെഷ്യലി ടെക്നീഷ്യൻ സൈഡ് വെച്ച് നോക്കുമ്പോൾ മജുക്കയുടെ ഒരു അപ്രോച്ച് ഭയങ്കര രസമായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പറയുന്നത് പെരുമാനി അതിലെ നായികയായിട്ടാണ് ചെയ്തേക്കുന്നത്. മജുക്കീൻ്റെ പെരുമാനിയുടെ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണാം, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അങ്ങനത്തെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. വിനയ് ലുക്ക് ഭയങ്കര ചർച്ച ചെയ്താണ്. അത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? അത് എനിക്കൊന്ന് വിനയ് ഫോർട്ടിന്റെ ലുക്കും പുള്ളിയുടെ ആ ഒരു പുള്ളി ചെയ്ത ക്യാരക്ടറിന്റെ മൊത്തത്തിലുള്ള ശൈലിയും സംസാരവും ഭയങ്കരമായിട്ട് നമുക്ക് തുടങ്ങി തൊട്ട് അവസാനം വരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് തന്നെ ആ ഒരു ഒന്നാമത് പുള്ളിയുടെ ആ ലുക്ക് കാണുമ്പോൾ തന്നെ ചിരിയ വരിക. അതിന്റെ കൂടെ ബാക്കിയുള്ള കോമഡി കാര്യങ്ങളും അടിപൊളി അടിപൊളി എല്ലാം നല്ല അടിപൊളി വിശേഷങ്ങൾ എല്ലാവരും ഇല്ല.